ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി SIT. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നാണ് തീരുമാനം. സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. അതിലാണ് മൊഴിയെടുക്കാൻ SIT തീരുമാനിച്ചത്. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കാനുള്ള നീക്കം. വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണെന്ന് ചെന്നിത്തലയാണ് SIT അറിയിച്ചത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്ന് മൊഴിയെടുപ്പ് നിശ്ചയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു. സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റുവെന്ന് വ്യവസായി തന്നോട് പറഞ്ഞെന്നും രഹസ്യമൊഴി നൽകാൻ വ്യവസായി തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആന്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു. 500 കോടിക്ക് അധികം വിലയുള്ള ഒന്നാണ്. ആ വിൽപ്പന നടന്നു. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് SITക്ക് കൈമാറട്ടെ. നേരിട്ട് അദ്ദേഹത്തിന് പോകാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ SITയോട് ഇത് പറഞ്ഞത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് 500 കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ നടന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ED അപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 17 മാറ്റി. രേഖാമൂലം മറുപടി നൽകാൻ SIT കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. രേഖകൾ EDക്ക് കൈമാറുന്നതിൽ SIT നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.